നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിലൂടെ പൊക്കോണ്ടിരിക്കുന്നത് കാൽവരി മൗണ്ടിലോട്ടാണ്. കാൽവരി മൗണ്ട് കുറേ ആളുകൾക്കൊക്കെ അറിയായിരിക്കാം, കുറച്ച് പേർക്ക് അറിയത്തില്ല. അപ്പം അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതേ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. റിസോർട്ടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗീ റിസോർട്ട് എന്നാണ്. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഈ വന്നേക്കുന്ന ഒരു ഉച്ച സമയത്താണ് അവിടുത്തെ ചെക്ക് ഇൻ ടൈം. ഉച്ചയ്ക്ക് 2 മണിയാണ് അവിടുത്തെ ചെക്ക് ഇൻ ടൈം. പിറ്റേന്ന് രാവിലെ 11 മണിയാകുന്നേരത്ത് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യണം. നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെ റിസപ്ഷൻ ഏരിയ ഉണ്ട്. വണ്ടിയൊക്കെ പുറത്ത് പാർക്ക് ചെയ്തേക്കുവാണ്. നിലവിൽ ഞങ്ങൾ പയ്യെ റിസോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. റിസപ്ഷൻ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം റൂമുകൾ അവൈലബിൾ ആണ്. പല കാറ്റഗറി റൂമുകളുണ്ട്. നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോകണം. നമുക്ക് ഓൾറെഡി റൂമിൻ്റെ കീയും റൂമിൻ്റെ ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണേ. അപ്പം നമ്മൾ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. റൂം അത്യാവശ്യം സ്പേഷ്യസ് ആണ്, ഹൈജീനിക് ആയിട്ടുള്ള നല്ലൊരു റൂമാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ റൂമിലോട്ട് കയറി കഴിയുമ്പം അവിടെ നമുക്കൊരു കിങ് സൈസ് ബെഡുണ്ട്. അത്യാവശ്യം വലിയൊരു ബെഡാണ്, നല്ല ബെഡാണ്. പിന്നെ നമുക്ക് അവിടെ നോക്കാനൊരു എ സി ഉണ്ട്. ഫാൻ വേണ്ടവർക്ക് ഫാനുണ്ട്. ഫാൻ എ സി ഒന്നും ആവശ്യമില്ല, നല്ല കോടയുണ്ട്. പിന്നെ നമുക്കവിടെ ഒരു മിററുണ്ട്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. ടി വി ഉണ്ട്. ടി വി നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ കെറ്റിൽ വേണ്ടവർക്ക് കെറ്റിൽ, ഗ്ലാസ്, അങ്ങനെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്. നമ്മുടെ തുണി സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് വാർഡ്രോബ് അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് 2 ചെയറുണ്ട്, ഒരു ടീപ്പോയി ഉണ്ട്. പിന്നെ ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ ജനലിൻ്റെ ഈ കർട്ടനും കൂടെ മാറ്റി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഇത് ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ ഏരിയ ആണ്. നല്ല വ്യൂ ആണ്. വൈകുന്നേരമൊക്കെ ടൈമൊക്കെ ആണെങ്കിൽ നല്ല കോട ഇറങ്ങി കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന റൂം വിത്ത് ബാൽക്കണിയാണ്. അപ്പോൾ ഈ പല ടൈപ്പിലുള്ള റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഈ റിസർവോയറിൻ്റെ ഇത് കാണുന്ന രീതിയിലുള്ള ഈ ഒരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഇതാണ് നമ്മുടെ അടുത്തേക്കുന്നത്. ഇതല്ലാതെ പല റൂംസും ഇവിടെ അവൈലബിൾ ആണ്. ഇതുണ്ടോ, അവിടെ നോക്കാൻ നേരത്ത് ഇവിടെയൊക്കെ വൈകിട്ടാൻ നേരത്ത് നല്ല കോട ഇറങ്ങും. വൈകിട്ടത്തെ വീഡിയോ എടുക്കാൻ നേരത്ത് ഞാനത് കാണിക്കാം. നമ്മൾ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. മുകളിലോട്ട് ജസ്റ്റ് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിവിടെ ഇതൊരു DJ ഹാളാണ്. DJ ഹാളാണ്. വൈകിട്ടാണ് ഇതിൻ്റെ സെറ്റപ്പൊക്കെ അവർ സെറ്റ് ചെയ്യുന്നത്. DJ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാളാണത്. പിന്നെ നമ്മളിവിടെ ഒരു വാച്ച് ടവർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വാച്ച് ടവറിലോട്ട് നമ്മൾ മെല്ലെ പോവാണ്. വാച്ച് ടവറിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വാച്ച് ടവർ ഏറ്റവും ടോപ്പിലാണ്. ഈ ബിൽഡിങ് 4 ഫ്ലോറാണുള്ളത്. 4 ഫ്ലോറിൻ്റെ ഏറ്റവും ടോപ്പിൽ പിന്നെ കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ ഈ വാച്ച് ടവറിലേക്ക് നമ്മൾ എത്തുന്നത്. വാച്ച് ടവറിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം ബാക്കി. അപ്പം നമ്മളതിൻ്റെ ടോപ്പിലെത്തി. വാച്ച് ടവറിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. കോട ഇറങ്ങി തുടങ്ങുന്നുണ്ടേ. അത്യാവശ്യം നല്ല കോടയുണ്ട് കണ്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കാണാം. ഡാമിൻ്റെ ആ വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഡാമല്ല, റിസർവോയറിൻ്റെ ആ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ചുറ്റും നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് അവിടെ ഇരിക്കാൻ. ഇപ്പോൾ പറ്റുവാണെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങോട്ട് പോകാം. ഇതിപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പിറ്റേന്ന് വെളുപ്പിന്, അതായത് റിസോർട്ടിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് വെളുപ്പിന് ഈ കാൽവരി മൗണ്ടിലോട്ട് വന്ന വ്യൂ പോയിന്റിലേക്ക്. അപ്പം നമ്മൾ ഈ വ്യൂ പോയിന്റിലോട്ട് വരാൻ നേരത്ത് നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് ഇല്ല, ഗൂഗിൾ പേ ഉള്ളൂ. ഗൂഗിൾ പേ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ്, ഏതെങ്കിലും ഓൺലൈൻ പേയ്മെൻറ്റ് ത്രൂ നമ്മൾ ക്യാഷ് പേ ചെയ്യുക. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വേണ്ടത്. ഞങ്ങളിത് ഒരു 7 മണി ടൈം ആയപ്പോഴത്തേക്കും നമ്മുടെ റിസോർട്ട് ഇവിടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അപ്പോൾ ഈ സമയത്തായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആളൊന്നുമില്ല, കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാൽവരി മൗണ്ടിലെ വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴി. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടവും ഒരു നടപ്പാതയൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ചെടികളും പൂക്കളും ഒക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പായിട്ടാണ് വെച്ചേക്കുന്നത്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ. ആളുകൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പിന്നെ മോർണിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വൈബ് തന്നെയാണ്. നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം വെയിൽ തുടങ്ങിയിട്ടില്ല. വെയിലൊക്കെ എത്തുന്നതിന് മുമ്പ് വെളുപ്പിന് ടൈമിൽ വരുവാണെങ്കിൽ അതൊരു
5:30 ആ ടൈം 6:30 തൊട്ട് ഇവിടെ സ്റ്റാർട്ടിങ് 6 മണി 6:30 ടൈമിലൊക്കെ 6 മണിയായി ഇവിടെ സ്റ്റാർട്ടിങ് വന്നത്. അപ്പോൾ 6 മണി ടൈമിലൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ഇവിടെ കണ്ടോ ഫുള്ള്. ഇപ്പം അത്യാവശ്യം കോടയുണ്ട്, കോട ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ്. ആ കാണുന്നത് നമ്മുടെ റിസോർട്ട്. റിസോർട്ടിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും. എന്നാലും നമ്മളിവിടെ ടിക്കറ്റ് എടുത്ത് വന്നതേ ഉള്ളൂ. നമുക്ക് ഈ വ്യൂ പോയിന്റ് ഒന്നും കാണില്ല. ഇവിടെ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ ആട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 ആ ടൈം ആയതേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിലുള്ളൊരു വ്യൂ അത്. നമ്മുടെ റിസർവോയറിൻ്റെ ഒക്കെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നൈസാണ്. നമ്മുടെ വണ്ടി ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ പയ്യെ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കാൻ, നൈറ്റിലത്തെ വ്യൂ റിസോർട്ടിൻ്റെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുത്തതാണ്. ഇതാണ് നമ്മൾ രാവിലെ നേരത്തെ കാണിച്ച ആ DJ ഹാള്. DJ ഹാളിൽ ഇപ്പം DJ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഒരു കൃത്യ ടൈം ആകാൻ നേരത്തെ ഒരു 7 മണി 7:30 ടൈം ആകാൻ നേരത്തെ അവർ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കണ്ടിന്യൂസ് ഇത് ഓണായിരിക്കും. ഇവിടെ 2-3 ഫോറിനേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പോൾ നിലവിൽ. നമ്മളും വന്നു, പിന്നെ ബാക്കിയുള്ളവരാരും വന്നിട്ടില്ല. അപ്പോൾ അവർ എത്തും. ഇവരിപ്പോൾ ഈ DJ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഇവർ നമ്മൾ റൂമിൽ നമ്മളോട് പറയും DJ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും. നമ്മൾ DJ ഒക്കെ കഴിഞ്ഞ് പയ്യെ റൂമിലോട്ട് പോവുകയാണ്. പിന്നെ ഏകദേശം ഒരു 9:30 ടൈം ആയിട്ടുണ്ട് നൈറ്റ്. നമ്മൾ പയ്യെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ റൂമിൻ്റെ റേറ്റ്, നമ്മളിപ്പോൾ താമസിച്ച റൂമിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4500 ആണ് വിത്ത് ബാൽക്കണി. ഒരു പ്രീമിയം റൂമല്ല, ഒരു ഡീലക്സ് റൂം എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരുന്ന റൂമാണ്. ഇതല്ലാതെ വേറെ റൂംസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. റേറ്റ് വ്യത്യാസമുണ്ട്. ആ റൂമിൻ്റെ നമ്മൾ ചൂസ് ചെയ്യുന്ന റൂം അനുസരിച്ച്, അവിടുത്തെ ഫെസിലിറ്റി അനുസരിച്ചും റേറ്റ് വ്യത്യാസമുണ്ട്. നമ്മുടെ ബാൽക്കണിയൊക്കെ തുറന്നിട്ട് നൈറ്റിലെ വ്യൂവും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നൈറ്റിലെ അടിപൊളിയാണ്. ഇങ്ങോട്ട് നമ്മൾ തുറന്നു വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് 2 ചെയറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയറിൽ ഇരുന്നിട്ട് നമുക്ക് ഈ വ്യൂ ആസ്വദിക്കാൻ അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മൾ ഇടുക്കിയോട് വിട പറയുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.